ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താ പറയുക, ഇവനാണ് കുഞ്ഞു സാധനമാണ്, പക്ഷേ അവൻ ഭയങ്കര ഉയരനാണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ ഈ പൂവിനകത്ത് നിറച്ച് ആൻറ്റി ഓക്സിഡൻ്റ് ഉള്ളതുകൊണ്ട് നമ്മുടെ സ്കിന്നിനൊക്കെ നല്ല അടിപൊളി സാധനമാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഇത് വെച്ചിട്ടൊരു ചായ ഉണ്ടാക്കുമേ. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു പൂവ് കൊണ്ട് ഒരു 25ഓളം ഏകദേശം ഒരു 25ഓളം ഗുണങ്ങളുള്ള ഒരു പൂവാണ്. സത്യം പറയാനുണ്ടല്ലോ, എനിക്കും ഇതിൻ്റെ ഏറ്റവും 25 ഗുണങ്ങളൊന്നും എനിക്ക് അറിഞ്ഞൂടാ പറയാനായിട്ട്. പിന്നെ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇവനെ മെയിനായിട്ട് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചായ, പിന്നെ നമ്മൾ എന്തെടുക്കുമെന്ന് വെച്ചാൽ നമ്മൾ മുഖമൊക്കെ നമ്മുടെ ഫേസ് നമ്മുടെ യുവത്വമൊക്കെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഫേസ് പാക്കുകളും ഫേസ് ക്രീമുകളൊക്കെ ഉണ്ടാക്കാനായിട്ടൊക്കെ നല്ല പണ്ട് മുതൽ ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ നമുക്ക് ചായ ഉണ്ടാക്കി തരാം. അപ്പോൾ നമ്മൾ ശംഖുപുഷ്പ പൂവൊന്ന് പറിച്ചെടുക്കാം നമ്മുടെ ചായക്കും. അതേപോലെ നമ്മളിന്ന് ഒരു ഫേസ് പാക്കും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനും കൂടെ ആവശ്യമായിട്ടുള്ള പൂവ് കളക്ട് ചെയ്യാം. ഞാനിപ്പോൾ നമ്മുടെ വീട്ടിലെ പൂ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അടുത്ത വീട്ടിലെ ആൻറ്റിയുടെ ശംഖുപുഷ്പത്തോട്ടത്തിൽ നിന്ന് നമുക്ക് കുറച്ച് പൂവും കൂടെ പറിച്ച് കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ ആൻറ്റി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വിചാരിക്കരുത് ആൻറ്റിയുടെ പൂവെല്ലാം പറിച്ചിട്ടോ എന്ന് വിചാരിക്കരുത്. വളരെ കുറച്ച് പൂ മാത്രമേ ഞാൻ പറിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പൂ ഞാനിപ്പോൾ കളക്ട് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചായ ഉണ്ടാക്കാം. നമ്മൾ പൂവൊക്കെ പറിച്ചു വന്നപ്പോഴാണ് നല്ല കാറ്റും മഴയൊക്കെ വരാറായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ മഴയൊക്കെ തോന്നിയിട്ടാണ് ഞാനിപ്പം ചായ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയ പണിയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 5-6 പൂവിന് മാത്രമേ എടുത്തിട്ടുള്ളൂ ഒരു ഗ്ലാസ് ടീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതിലേക്ക് ഞാൻ നല്ലോണം തിളച്ച ചൂടുവെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ടൊരു 5 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കിന് നമ്മുടെ ഈ പൂവിൻ്റെ കളറൊക്കെ ഒന്ന് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി നന്നായിട്ടൊന്ന് ആകും. അപ്പോൾ ഞാനിപ്പോൾ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കണമെങ്കിൽ അടച്ച് വയ്ക്കാം, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നല്ലവണ്ണം കളർ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇതിൻ്റെ പൂവൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. പൂവ് ചെറുതായിട്ടൊന്ന് കളർ ഇറങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. പൂ ചെറുതായിട്ട് നന്നായിട്ടൊന്നും ആയിട്ടില്ല, എന്നാലും നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. 5-6 പൂവിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ, ഒരുപാട് പൂവിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഈ ശംഖുപുഷ്പത്തിൽ ആൻറ്റി ഓക്സിഡൻറ്റ് ധാരാളം ഉള്ളതുകൊണ്ട് നമ്മുടെ സ്കിന്നിനൊക്കെ ഏജിങ് പ്രോസസ്സൊക്കെ ഒന്ന് മന്ദഗതിയിലാക്കാനായിട്ടും അതേപോലെ തന്നെ നമ്മുടെ വണ്ണമൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ വെയിറ്റ് ലൂസ് ചെയ്യാനൊക്കെ പറ്റിയൊരു ഡ്രിങ്കാണിത്. അപ്പോൾ നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ കിടക്കുന്ന പൂവൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ടീ ഇങ്ങനെ തന്നെ വേണമെങ്കിലും ഉപയോഗിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്കതിനകത്തേക്ക് ഒരു സ്പൂൺ തേനും കൂടെ ആഡ് ചെയ്ത് നമുക്ക് രാവിലെ വെറും വയറ്റിൽ കുടിക്കാം. അപ്പോൾ ഈ ഒരു ടീ വെറും വയറ്റിൽ മാത്രമേ കുടിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ രാവിലെ കുടിക്കാൻ പറ്റുള്ളൂ എന്നൊരു നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാകും. പക്ഷേ എല്ലാം എപ്പോൾ വേണമെങ്കിലും നമുക്ക് കുടിക്കാം. ഇതിനകത്തൊക്കെ ഒരു സ്പൂണ് തേനും കൂടെ ആഡ് ചെയ്ത് കുടിക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കാം, യാതൊരു തര പ്രോബ്ലം ഇല്ലാത്ത ഒരു ടീയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ടീ കുടിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മളെ ക്യാൻസറിനെയൊക്കെ ചെറുക്കാൻ പറ്റിയ എൻസൈമൊക്കെ ഉള്ള ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ഒക്കെ ഉള്ള അടങ്ങിയിരിക്കുന്ന ഒരു പൂവാണിത്. ഇനിയിപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു മാജിക്ക് കാണിച്ചു തരാം. ഇതിലേക്ക് ഞാൻ 1/2 സ്പൂൺ ഒരു നാരങ്ങയുടെ പകുതി ഒന്ന് ഞാനൊന്ന് സ്ക്യൂസ് ചെയ്ത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു മാജിക്ക് ഇപ്പം കാണിച്ചു തരാം. ഈ നാരങ്ങ നീര് ഒഴിക്കും തോറും എത്ര നമ്മൾ നാരങ്ങയുടെ നീര് ഒഴിക്കും തോറും ഇതിൻ്റെ ഈ വെള്ളത്തിൻ്റെ കളറ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ഈ നീല നിറത്തിലുള്ള ഈ ചായയുടെ കളറ് പർപ്പിൾ കളറിലേക്ക് ഇങ്ങനെ മാറുന്ന മാജിക്ക് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ കണ്ടോ, അപ്പോൾ ഇതിൻ്റെ നീര് ഒഴിക്കും തോറും ഇതിൻ്റെ കളർ മാറി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഈ നാരങ്ങ ഇതിനകത്തൊക്കെ പിഴിഞ്ഞിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡ്രിങ്കായിട്ടൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ വളരെയധികം നല്ലതായിരിക്കും.
പിന്നെ ഈ ഒരു ഡ്രിങ്ക് കൊടുക്കുമ്പോൾ എന്തെങ്കിലും ടേസ്റ്റ് വ്യത്യാസം ഉണ്ടോ എന്ന് നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ടേസ്റ്റ് വ്യത്യാസമില്ല. സാധാ ചൂടുവെള്ളത്തിൻ്റെ ഒരു ടേസ്റ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇപ്പം നമുക്ക് നാരങ്ങ ഒഴിക്കുമ്പോൾ നാരങ്ങയുടെ ടേസ്റ്റ് ഉണ്ടാകും. പിന്നെ നമ്മൾ കസ്കസൊക്കെ ഇട്ട് അടിപൊളിയായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവരെ നമുക്ക് ഞെട്ടിക്കാനായിട്ട് പറ്റുന്ന ഒരു ഡ്രിങ്കാണ്. അപ്പോൾ നമ്മുടെ ഈ ടീ കുടിക്കുന്നതുകൊണ്ട് നമുക്ക് യാതൊരു തരത്തിലുള്ള ടേസ്റ്റ് വ്യത്യാസങ്ങളും തോന്നുന്നില്ല. സാധാരണ നമ്മൾ ചൂടുവെള്ളം കുടിക്കുന്ന ഒരു ടേസ്റ്റേ തോന്നുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഞാൻ പറഞ്ഞില്ലേ, ഈ പൂവിനകത്ത് ധാരാളം ആൻറ്റി ഓക്സിഡൻ്റ് ഉള്ളതുകൊണ്ട് നമ്മുടെ സ്കിന്നിനൊക്കെ നല്ല ആണെന്ന് പറഞ്ഞില്ല. നമ്മുടെ സ്കിന്നിൻ്റെ ഏജിങ് പ്രോസസ്സൊക്കെ ഒന്ന് മന്ദഗതിയിലാക്കാനും അതേപോലെ തന്നെ സ്കിന്നിലൊക്കെ ഉള്ള വ്രിങ്കിൾസും പിന്നെ ഏജിങ് സ്പോട്ടുകളും ഒക്കെ മാറ്റാനും അതേപോലെ തന്നെ സ്കിന്നിന് നല്ല നിറം വയ്ക്കാനും ഒക്കെ നല്ല ഒരു ഔഷധ ഗുണമുള്ള ഒരു പൂവാണിത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു ഫേസ് പാക്കും കൂടെ തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഏകദേശം ഒരു 10 പൂവോളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണോളം പച്ച പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. റോ മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന പാൽ ഇങ്ങോട്ട് വരുന്നല്ലോ ഒഴിച്ചിട്ട്. അങ്ങനെ പാൽ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കൈ കൊണ്ട് തന്നെ ഒന്ന് ഞെരടി ഒന്ന് എടുത്തിട്ടാൽ മതി. അപ്പോൾ ഈ കൈ കൊണ്ട് തന്നെ ഞെരടുമ്പോൾ ഈ പാലിൻ്റെ കളറൊന്ന് ചേഞ്ചായിട്ട് ഒരു നീലയ്ക്കകത്ത് വെള്ള നിറം വീണ് കഴിഞ്ഞാലുള്ള ഒരു കളറില്ലേ, ആ ഒരു ലൈറ്റ് സ്കൈ ബ്ലൂ കളറിലേക്ക് മാറി വരും. അപ്പോൾ ഇനി നമുക്കിതിനകത്തൊക്കെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അരിപ്പൊടിയാണ്. അരിപ്പൊടി ഞാൻ നല്ല തിളച്ച വെള്ളം ഒരു സ്പൂൺ അരിപ്പൊടിക്കകത്തിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഹാഫ് ബോയിലായിട്ട് കിട്ടും അരിപ്പൊടിക്കകത്തിട്ട് അങ്ങനെ ഒഴിക്കുമ്പം. ഇനിയിപ്പോൾ ഞാനിപ്പം പാലും പൂവും കൂടെ ഒന്ന് മിക്സ് ചെയ്തപ്പോൾ ഈ ഒരു സ്കൈ ബ്ലൂ കളറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിന് ഞാനൊക്കെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടി ഇപ്പോൾ ഏകദേശം 3 സ്പൂണോളം അരിപ്പൊടി എടുത്തിട്ട് അതിലേക്ക് ഞാൻ തിളച്ച ചൂടുവെള്ളം എടുത്തൊന്ന് കുറുക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ കൊറിയൻ സ്കിൻ കെയർ സീക്രട്ടിലൊക്കെ ഈ പൂവ് വെച്ചിട്ട് ഫേസ് പാക്കുകളൊക്കെ ഉപയോഗിച്ച് അവരുടെ സ്കിന്നൊക്കെ നല്ല ഗ്ലാസ് സ്കിന്നായിട്ടൊക്കെ ഇരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഗ്ലാസ് സ്കിന്നൊക്കെ കിട്ടാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണിത്. അപ്പം നമ്മുടെ ഫേസ് പാക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല സ്കൈ ബ്ലൂ കളറിലെ നമ്മുടെ ഫേസ് പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സ് ചെയ്തെടുക്കുക. കണ്ടിട്ട് തന്നെ നല്ല ഭംഗിയുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നല്ല മഞ്ഞ് പോലത്തെ ഒരു ഫേസ് പാക്ക് പോലെ തോന്നിക്കുന്നുണ്ട്. ഇതിൻ്റെ കളർ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി നമുക്കിതൊന്ന് ഒരു ബൗളിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഈ ഒരു പാക്ക് നമുക്ക് ഒരാഴ്ചയൊക്കെ എടുക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ഫേസിന് ആണെങ്കിൽ ഒരാഴ്ചയൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഒന്ന് മാറ്റി കണ്ടെയ്നറിലേക്കൊന്നാക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫേസ് പാക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം ഒന്ന് പറയണം. ഇനിയിപ്പോൾ നമുക്ക് ഫേസ് പാക്ക് ഇട്ട് കൊടുക്കുന്നത് ഞാനിപ്പം അടുത്ത ദിവസമാണ് ഫേസ് പാക്ക് ഇട്ട് കൊടുക്കുന്നത്. അന്ന് ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് ഫേസിൽ ഇടാനായിട്ട് പറ്റിയില്ല. കാരണം അന്ന് നല്ല മഴയും ഒക്കെ ആയിട്ട് പിന്നെ അങ്ങനെ അങ്ങ് പോയി. പിറ്റേ ദിവസം ഞാനിപ്പോൾ ഇതുപോലെ ഫേസ് പാക്കൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഫേസ് പാക്ക് ഞാനിപ്പം ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നത്. കേടായി പോയിക്കോന്ന് തോന്നിയിട്ടാണ് ഞാനിപ്പം ഫ്രിഡ്ജിലേക്ക് വെച്ചത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ബാലൻസ് എടുത്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വീണ്ടും വെച്ചിട്ടുണ്ട്. ഏകദേശം ഈ ഫേസ് പാക്ക് ഇട്ടിട്ട് ഞാനിപ്പോൾ ഒരു 20 മിനിറ്റ് വെച്ചതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇതൊന്ന് ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്ത് എടുത്തത്. അപ്പോൾ എനിക്കാണെങ്കിൽ ഇരുന്ന് ഉടനെ തന്നെ കളർ വെച്ചു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്നാലും നമ്മുടെ ഫേസിൽ നല്ലൊരു എനർജറ്റിക് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ നമ്മുടെ നാരങ്ങ നീര് ഒഴിക്കുന്നതിന് മുമ്പുള്ള ടീ, അതുപോലെ തന്നെ നാരങ്ങ ഒഴിച്ച് കഴിഞ്ഞിട്ടുള്ളൊരു മാജിക്കൽ ടീ, അതേപോലെ ഫേസ് പാക്കൊക്കെ നമുക്കിവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു നമ്മുടെ പൂവിന് 25ഓളം ഗുണങ്ങളുണ്ടെന്ന്. അപ്പോൾ എനിക്കറിയാവുന്ന ഗുണങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൂവിട്ടിട്ട് എണ്ണയൊക്കെ കാച്ചിയിട്ട് തലയിലൊക്കെ തേച്ച് കഴിഞ്ഞാൽ മുടി നന്നായിട്ട് വളരും. അതേപോലെ തന്നെ ഈ വേരയൊക്കെ കൊണ്ട് കൊച്ചുകുട്ടികൾക്കൊക്കെ വേരയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ തിളപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ വേരയൊക്കെ മാറാനും സഹായിക്കും. അതേപോലെ തന്നെ നമ്മുടെ ഈ പൂവിൻ്റെ ഇലയും ഈ ചെടിയുടെ ഇലയും വേരുമൊക്കെ ഇട്ട് നമ്മൾ ആവിയൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഹെഡേക്ക് മാറാനും തലവേദന മാറാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ചെടിയാണ്. അതേപോലെ തന്നെ നമ്മുടെ കൂടുതലായിട്ടുള്ള
വെയിറ്റ് ലോസ് ആകാനായിട്ടും പിന്നെ നമുക്ക് ഇതുകൊണ്ട് നമ്മുടെ ബോഡിയെ ഡീറ്റോക്സിഫൈ ചെയ്യാനായിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യും. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ വീട്ടുവളപ്പിൽ കിട്ടുന്ന ഈ ഒരു പൂവിനെ പറ്റി യാതൊരു തര അറിവ് നമുക്കില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള സത്യം. അപ്പോൾ നമ്മൾ ഈ ആമസോണിലൊക്കെയും ഫ്ലിപ്കാർട്ടിലുമൊക്കെ ഈ ഒരു പൂവിൻ്റെ വില 100 ഗ്രാമിന് തന്നെ 500 മേളിലാണ്. അത്രയ്ക്ക് ബെനിഫിറ്റുള്ള ഒരു പൂവാണിത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ബ്ലൂ ടീ ഒക്കെ ഉണ്ടാക്കി കുടിക്കുക, ഫേസ് പാക്കൊക്കെ ഉണ്ടാക്കി ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.